ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല 2 ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കുട്ടികൾക്ക് ടിഫിന് കൊടുത്തു വിടാനും നല്ലതാ, അല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാനും ഇടയ്ക്കൊക്കെ നാസ്തിയായിട്ടൊക്കെ കൊടുക്കാനൊക്കെ വളരെ നല്ല 2 റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ റെസിപ്പി നമ്മളൊരു ബർഗറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുക്കുംബറും സവാളയും എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ടൊമാറ്റോ, ക്യാരറ്റ് ഇതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ അത് പിള്ളേർക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ചെയ്യാഞ്ഞതാണ്. എന്നിട്ട് ഞാൻ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബർഗർ ബണ്ണ് ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഡിമാർട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച വെജിറ്റബിളിൻ്റെ ടിക്കിയ. അത് ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെജിറ്റബിളിൻ്റെ ഇതാണ് വാങ്ങിച്ചത്. അതുപോലെ ചിക്കൻ്റെയും കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ബർഗർ ബൺ ഇതിൻ്റെ അകത്ത് മയോണൈസും ടൊമാറ്റോ സോസും ഇങ്ങനെ തേച്ചിട്ടുണ്ട്. ഞാൻ ഇത് രണ്ടും മാത്രമേ തേച്ചുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെ ചിലർക്ക് സവാള കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ ഒരു സവാളയിൽ അതിങ്ങനെ സ്പ്രിങ് ആയിട്ട് ഇളക്കി എടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ സവാള ഇഷ്ടമുള്ളവർക്ക് മുഴുവനായിട്ടും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്ത ആ വെജിറ്റബിൾ ടിക്കിയും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മറ്റേ പീസ് കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇത്തിരി ബട്ടർ എങ്ങാനും തേച്ച് കൊടുക്കാം. നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോഴേ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഇതൊന്ന് നമുക്ക് വീട്ടിൽ നമ്മുടെ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത ഇതെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അതും ബ്രെഡും കൊണ്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇത്രയും ഉരുളൻകിഴങ്ങൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും സവാള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ എടുക്കാം. ഈ സവാളയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ നിങ്ങൾക്ക് എത്രയും ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കണം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 5 പേർക്കുള്ളതാണ് ഞാനിവിടെ ഈ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് ഇത്തിരി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഈ നമ്മൾ ഉണ്ടാക്കുന്ന മസാലക്കൂട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ ഒരാഴ്ചയോളമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് വേണമെങ്കിൽ ഉടച്ചാലും അതങ്ങ് ഉടഞ്ഞു പോകും. പക്ഷേ ഒട്ടും ഇങ്ങനെ പീസ് കാണരുത്. അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യത്തക്ക വിധത്തിലൊന്ന് നന്നായി പുഴുങ്ങിയെടുക്കണേ. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തോ ഇതെന്നോ തവയൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്കൊരു 3 പീസ് ബ്രെഡ് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫാക്കുമ്പം ഇതങ്ങ് നന്നായിട്ട് ഈ ബ്രെഡ് അങ്ങ് കടക്ക് പോലാവും. അപ്പോൾ അത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഉരുളൻകിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് മസാലകൾ നമുക്ക് മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുത്തേ. ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഞാനിതിൽ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഞാനൊരു 7 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉരുളൻകിഴങ്ങും ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി. ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ 7 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് ഒരു കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് എനിക്ക് ഈ പാത്രത്തിൽ കുഴയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് നന്നായി നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ അഥവാ ഒട്ടുന്നുണ്ടെങ്കിൽ ഇത്തിരി നെയ്യോ ഓയിലോ എങ്ങാണോ നമുക്ക് കയ്യിലൊന്ന് തടവി കൊടുക്കാം. എല്ലാം ഞാൻ നന്നായി കുഴച്ചെടുത്തു. ഞാനിത് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ആദ്യത്തേന്ന് പറയുന്നത് ഞാനിങ്ങനെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ബ്രെഡ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ സൈഡിലുള്ള ബ്രെഡ് നമുക്ക് കളയണ്ട. മുമ്പേ ഞാൻ ചെയ്തതുപോലെ ഇത് കുറച്ച് നേരം ഒന്ന് ഓപ്പണായിട്ട് ബ്രെഡ് വെക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ടിയായി ഹാർഡാവും. എന്നിട്ട് നമുക്കത് പൊടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ എന്തെങ്കിലും റെസിപ്പി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഞാനിങ്ങനെ ഇതെല്ലാം ഒന്ന് ഒരു 3-4 എണ്ണം ഒരു ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ച ആ മസാലക്കൂട്ടുണ്ടല്ലേ, അത് കയ്യിലൊരിച്ചിരി ഓയിലോ നെയ്യോ തേച്ചിട്ട് നല്ലൊരു ഉരുള എടുക്കണം. കാരണം
അതിൻ്റെ അകത്തൊന്ന് ഇച്ചിരി കട്ടിയായിട്ടൊന്ന് ഇരിക്കണം. അപ്പം നമ്മുടെ കയ്യിൽ ഈ ഓയിലോ നെയ്യോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെഡിൽ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിയിരിക്കും. അതുകൊണ്ട് കയ്യിൽ ഇത്തിരി ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ ഒരിത്തിരി മസാലക്കൂട്ട് ഇത്തിരി കൂടുതൽ വേണേ ഇങ്ങനെ നമ്മുടെ ഈ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതിലൂടെ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിങ്ങനെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഞാനിത് 3 എണ്ണം ഇടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത്ര ഓയിൽ ഒഴിച്ചത്. പക്ഷേ 3 എണ്ണം ഇടാൻ പറ്റിയില്ല, 2 എണ്ണേ ഇടാൻ പറ്റുള്ളൂ. ഇത്ര ഓയിൽ വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചില്ലേ, ആ ഭാഗം അടിയിൽ വരത്തക്ക വിധത്തിൽ തീ ഒന്ന് ചെറുതായിട്ട് വെക്കണം, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോവും. കുറച്ച് നേരം കഴിഞ്ഞ് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഞാനിതൊരിപ്പം നമ്മുടെ ഈ ഗ്യാസിൽ വെക്കുന്ന ടോസ്റ്ററിൻ്റെ അകത്തൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സൈഡ് ഞാൻ മൊരിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് അഥവാ ടോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല, ഇങ്ങനെ കഴിക്കാൻ തന്നെ ആണെങ്കിൽ അവിടം കൂടി ഇച്ചിരി നേരം ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിത് ടോസ്റ്ററിൽ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങ് കോരിയെടുക്കാൻ പോവാത്. ബാക്കിയുള്ളതുകൂടെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു വേറൊരു ഷേപ്പ് ആകുമ്പോൾ അവർക്ക് ഒന്നുകൂടെ അതൊന്ന് അട്രാക്ഷൻ ആവും. എന്നിട്ട് ഞാനിത് കവർ ചെയ്യുന്ന മറ്റേ പീസ് ബ്രെഡിൻ്റെ അകത്ത് കുറച്ച് മയോണൈസും കുറച്ച് ഗ്രീൻ ചട്നിയും കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്രീൻ ചട്നി ഇവിടെ നേരത്തെ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇപ്പം ഞാനിത് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ബ്രെഡ് എടുത്തിട്ട് ഉണ്ടാക്കുന്നേ, മറ്റേത് അങ്ങനെ റൗണ്ട് അല്ലാതെ നമ്മൾ സാധാ ബ്രെഡിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ബ്രെഡിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഗ്യാസിൽ ഇങ്ങനെ വെക്കുന്ന ഈ ടോസ്റ്ററിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു സൈഡ് ഇപ്പം മൊരിഞ്ഞിരിക്കുക, ബാക്കിയും കൂടെ നമുക്കൊന്ന് മൊരിച്ചിങ്ങനെ എടുക്കാം. അങ്ങനെയെല്ലാം ഞാനിങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റായത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് മറ്റേ രീതി എന്ന് പറയുന്നത് നമ്മുടെ ഈ സെയിം ബ്രെഡിൻ്റെ അകത്ത് ഇതുപോലെ ഇച്ചിരി കൂടുതൽ നമ്മുടെ ഈ സ്റ്റഫിങ് എടുക്കണേ. ഈ മസാല കൂട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് കയ്യിൽ ഇത്തിരി ഓയിൽ എപ്പോഴും തേക്കണം, അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അതുപോലെ ബ്രെഡിൻ്റെ മറ്റേ സൈഡിൽ ഒട്ടിക്കുന്നതിൻ്റെ അകത്ത് ഇതുപോലെ മയോണൈസും ടൊമാറ്റോ സോസും ഇതൊക്കെ തേച്ച് കൊടുത്തിട്ട് സെയിം നമ്മളിപ്പോൾ ആ ടോസ്റ്ററിൽ ചെയ്തതുപോലെ ഇതും നമുക്ക് ഗ്യാസേ വെച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഗ്യാസേ വെച്ച് ചൂടാക്കുന്നുണ്ടെങ്കിൽ തീ ഒത്തിരി കൂടരുത്, ചെറിയ തീയിലായിരിക്കണം. കാരണം ഈ ബ്രെഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഈ ശ്രദ്ധ നമുക്കൊന്ന് മാറിയ ഉടനെ അത് അങ്ങ് പെട്ടെന്ന് കരിയും. ഇങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്യുന്നത് ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്ത് മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ മക്കൾക്കെല്ലാം ഈ റൗണ്ട് ഷേപ്പിലെ ഇഷ്ടമായത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.